വേറെ കുറെ ആളുകൾ കഴിഞ്ഞ വർഷം നോമ്പ് നോൽക്കാനും മറ്റുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ രോഗികളായി, ചിലർ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്, വേറെ ചിലർ ആക്സിഡന്റ് സംഭവിച്ച് കിടപ്പിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ നോമ്പ് നോൽക്കാൻ കഴിയാതെ, ഇതുപോലെ തറാവീഹ് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹ് അവർക്ക് ശിഫയും സലാമത്തും നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത് അതിലൊന്നും നമ്മൾ പെട്ടില്ല. നമുക്ക് ഈ ചാൻസ് കൂടെ അല്ലാഹു തന്നല്ലോ. അപ്പൊ അതിന് നല്ല ഒരു ശുക്റിന്റെ മനസ്സിലായിരിക്കണം നമ്മൾ കഴിയേണ്ടത്. അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. അതുപോലെ ഈ ലഭിക്കുന്ന അവസരം നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നമ്മുടെ ആരുടെയൊക്കെയോ അവസാനത്തെ അവതാരമാണെങ്കിലോ ഇത് നമുക്കറിയില്ലല്ലോ. ഇന്നും നമ്മുടെ നാടുകളിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, ഇന്നലെ നടന്നിട്ടുണ്ട്, ഇനി നാളെ നടക്കാണ്ട്, മറ്റന്നാളുണ്ട്, അല്ലേ? കണ്ടോ? നമ്മൾ ആരെങ്കിലും ആ കിടത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ ധന്യമാക്കണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ലോകം ഒരു യുദ്ധ മുഖത്താണ് സത്യത്തിലുള്ളത്. എന്താകും എന്നുള്ള ഒരു ആദി മനസ്സിൽ നിറയെ ഉണ്ട്. പ്രാർത്ഥിക്കണം ആ യുദ്ധത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക്, അതിൻ്റെ രാജ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അതിന് പിന്മാറാനുള്ള ഒരു മനസ്സല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ, വർഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുക. അല്ലാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര സ്വാധീനിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അധിക സമയം സംസാരിക്കുന്നില്ല. വളരെ കുറഞ്ഞ മിനിറ്റുകൾ വളരെ ഗൗരവകരമായ ചില ചിന്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ പുളിക്കൽ മദീനത്തുള്ള അറബി കോളേജ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ മദനിമാണ് ആ സ്ഥാപനത്തിന്റെ സന്തതികളാണ്. അപ്പൊ അതിന്റെ ഹോസ്റ്റലിന്റെ നടത്തിപ്പിന് നമുക്ക് ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റമദാനിലേക്ക് എടുക്കാറുള്ള കലക്ഷനോടെയാണ് അതിന്റെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു സഹായം ആ നിലയ്ക്ക് ചെയ്താൽ ആ കുട്ടി പഠിച്ച് മദനിയായി ഇസ്ലാമിക ദഅവാരംഗത്തും ഇതുപോലെ ക്ലാസ് എടുക്കാനും ഖുതുബ നിർവഹിക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ജാരിയത്തായി, സ്വതക്കയായി നമുക്കും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. എവിടെയൊക്കെയാണ് ആ കുട്ടി പിന്നീട് വലുതായി പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും നമുക്കറിയില്ല. പക്ഷേ അല്ലാഹുവിനത് അറിയാമല്ലോ. ആ രീതിയിൽ ഒരു സ്വതക്ക ജാരിയാകുന്നതാണ്. കഴിയുന്ന എല്ലാവരും സ്വതക്ക ചെയ്യണം എന്ന് ഓർത്തുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ എന്നതിൽ നമ്മൾ സത്യത്തിൽ അഭിമാനിക്കേണ്ടതാണ്, സന്തോഷിക്കേണ്ടതാണ്. ആ സന്തോഷവും അഭിമാനബോധവും ഉള്ളവരാണ് നമ്മൾ. അത് വെറുതെ പറയുന്നതല്ല. ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന കുറെ ആളുകളുണ്ട്, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന കുറെ ആളുകൾ. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ദൈവിക ഗ്രന്ഥമൊന്നുമല്ല, മുഹമ്മദ് നബി പ്രവാചകനൊന്നുമല്ല, അല്ലാഹല്ല, പരലോകമില്ല എന്നൊക്കെ പറയുന്ന ദൈവനിഷേധികളായ ആളുകളാണ്. ഇപ്പൊ ഒരു ടീമുണ്ട് സോഷ്യൽ മീഡിയയില്, എക്സ് മുസ്ലിം എന്നാണ് പറയുന്നത്, അല്ലെ? മുമ്പ് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ മുസ്ലിം അല്ല. എക്സ് ഗൾഫ് എന്ന് പറയുന്നത്, ഇപ്പൊ ഗൾഫ് ആയാലും ഇപ്പൊ ഒഴിവാക്കി വന്നതാണ്. എന്താ പറയുക? മുമ്പ് മുസ്ലിം. എന്നാ ഈ മുസ്ലിം എന്ന പേര് ഇവർക്ക് വലിയ അലർജിയാണ്, ഇസ്ലാമിനോട് വലിയ വെറുപ്പാണ്. അതിന്റെ പേരിന്റെ കൂടെ എക്സ് മുസ്ലിം എന്നാണ് ചേർക്കേണ്ടത്. ഒരാൾക്ക് നല്ല ഭ്രാന്തായി കഴിച്ചു. അപ്പൊ നാട്ടുകാരും വീട്ടുകാരും അയൽവക്കാരും കൂടിയിട്ട് ഇവിടെ കുതിരവട്ടത്തോ അല്ലെങ്കിൽ അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി. എന്നിട്ട് അത് മാറി. ഇയാൾ പിന്നെ പരിചയപ്പെടുത്തപ്പോൾ ഞാൻ എന്റെ പേരിൻ്റെതാണ്, എക്സ് വിരാന്തനാണ് എന്ന് പറയും.
ഇല്ല, അതായത് അറിയാൻ ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക, ഇസ്ലാമും മുസ്ലിമും പറ്റാത്തതാണ്, വല്ല അലർജി ആണെങ്കിൽ ഇയാള് എക്സ് മുസ്ലിം പരിചയപ്പെടുത്തുന്നുണ്ടോ, അതിന് ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഒരു കുത്താൻ ചാൻസ് വരിക. ഞാൻ പറഞ്ഞത് ഈ ജാതി ടീം, അതുപോലെ സോഷ്യൽ മീഡിയ കളിക്കുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ സംശയം ഉണ്ടാക്കും, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു ഒറ്റ, നമുക്ക് അധികം സമയമില്ലാത്തത് 2 പോയിന്റ് മാത്രം മനസ്സിലാക്കി. നമുക്ക് ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഒരു മനുഷ്യന്റെയും ഒരു സൃഷ്ടിയുടെയും വചനമല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. നോക്കൂ, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ആദ്യം ഇറങ്ങിയ 5 വചനങ്ങളിൽ 2 വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബിയെ വായിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണല്ലോ വഹി കൊടുക്കുന്നത്. അല്ലദീ ഖലഖ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ. എങ്ങനെ വായിക്കേണ്ടത്? ഇഖ്റ, നിങ്ങൾ വായിക്കുക ബിസ്മി റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, സൃഷ്ടിച്ച. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ശരിക്കും ശ്രദ്ധിക്കണേ, അവൻ മനുഷ്യനെ അലഖിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അലഖ് എന്ന് ഇന്ന് നമ്മൾ അർത്ഥം പറയുമ്പോൾ പറയാം ഭ്രൂണം എന്നാണ്. ഭ്രൂണം എന്നാണ്. സത്യത്തിൽ അലഖ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം തൂങ്ങിപ്പിടിച്ചിരിക്കുന്ന, തൂങ്ങിക്കിടക്കുന്നതാണ്. ഇപ്പൊ എന്താ ആ ലൈറ്റൊക്കെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് ശരിക്കും അലഖ് എന്നത്. നമ്മളെ ഈ അട്ടയുണ്ടല്ലോ, അട്ട, അതിന് അറബി ഭാഷയിൽ അലഖ് എന്നാ പറയാം. കാരണം അതിങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അതിന് ബ്ലഡ് ഇങ്ങനെ, അത് നമ്മളെ ബ്ലഡ് കിട്ടുന്നതോറും കുടിക്കുന്നതോറും അതിങ്ങനെ വലുതായി വന്നിട്ട് അവസാനം നിറഞ്ഞിട്ട് അടുത്ത് ആ ഒരു തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയോടെ അലക്ക് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു സ്റ്റേജ് ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നതിനിടയിൽ ഗർഭാശയത്തിൽ ഉണ്ട് എന്ന് ഇന്ന് ഈ സ്കാനിങ് സംവിധാനവും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ വികസിച്ച കാലത്ത് എല്ലാവർക്കും അറിയാം. ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇമേജ് ഒക്കെ ഇങ്ങനെ വരും, അങ്ങനെ ഘട്ടമുണ്ട് എന്ന്. പക്ഷെ ഇത് പറയുന്നത് എന്നാണ്? അവിടെയാണ് അത്ഭുതം. ഇത് പറയുന്നത് എന്നാണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, അറേബ്യയിൽ എന്നല്ല, ലോകത്തെവിടെയും സ്കാനിങ് സംവിധാനം ഇല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു, എല്ലാം അറിയുന്ന ലോകത്തിന്റെ സട്ടാവിന്റെ വചനം. ഇനി ഒന്നുകൂടി മുന്നോട്ട് പോയാൽ, മനുഷ്യനെ അല്ലാഹു ആ ഗർഭത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗമുണ്ടല്ലോ, ആ ഒരു ഘട്ടത്തിൽ മുദ്ഗ എന്നൊരു ഘട്ടമുണ്ട്. മുദ്ഗ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം നമ്മൾ മാംസകഷ്ണം അർത്ഥം പറഞ്ഞു പോവാ. ശരിക്കും അതിന്റെ ഒരു ഗുണം എന്താ പറയുക, ആ മുദ്ഗ എന്നുള്ള പദം അറിയിക്കുന്ന ഒരു ആശയം ഇങ്ങനെ വരുന്നത്. മലഹ എന്ന് പറഞ്ഞാൽ ചവച്ചു എന്നാണ് അർത്ഥം. മലഹ വായിട്ടാൽ ചവച്ചാൽ മലഹ, ചവച്ചു എന്നർത്ഥം. മുദ്ഗ എന്ന് പറഞ്ഞാൽ ഒരു മാംസകഷ്ണം വായിലിട്ട് ചവച്ചാൽ അതിന്മേലിങ്ങനെ പല്ലിന്റെ മാർക്ക് ഉണ്ടാവില്ല, അടയാളങ്ങൾ ഉണ്ടാവും. ഇതുപോലുള്ള അടയാളങ്ങൾ. അതിന്റെ അർത്ഥമായി ചവച്ചാന്നല്ല, മറിച്ച് അങ്ങനെ ചവച്ചാൽ ഉണ്ടാകുന്ന ഒരു അടയാളം പോലത്തെ അടയാളം ആ മാംസകഷ്ണത്തിലുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ആ ഇമേജ് സ്ക്രീനിൽ വരുന്നുണ്ട്. ഇത് സ്കാനിങ് സംവിധാനമുള്ള ഈ കാലത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇതെന്താ പറഞ്ഞത്? 1400 വർഷം ഈ സ്കാനിങ് സിസ്റ്റങ്ങളൊന്നും ഇല്ലാത്ത അന്നാണ് ഈ പറഞ്ഞത്. എന്ത്? ഇങ്ങനത്തെ ഒരു സ്റ്റേജ് മനുഷ്യൻ ഗർഭാശയത്തിൽ വളരുന്ന ഒരു ഘട്ടത്തിലുണ്ട് എന്ന് ഈ ഖുർആൻ പരലോകം പറഞ്ഞാൽ സുഖമായി വിശ്വസിച്ചൂടെ? ഈ ഖുർആൻ അല്ലാഹുവിന്റെ പറഞ്ഞാൽ സുഖമായി വിശ്വസിച്ചൂടെ? ഈ ഖുർആൻ പരലോകത്തിൽ ഹിസാബുണ്ടെന്ന് പറഞ്ഞാൽ സുഖമായി വിശ്വസിച്ചൂടെ? മരണാനന്തരം അല്ലാഹു ജീവിപ്പിക്കുന്നു പറഞ്ഞാൽ സുഖമായിട്ട് വിശ്വസിച്ചൂടെ? എത്ര ഈസി ആയിട്ട് വിശ്വസിക്കാം. രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞു, നമുക്ക് അഭിമാനിക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്, മനസ്സറിഞ്ഞ് പറയുന്ന വളരെ. രണ്ടാമത്തെ ഉദാഹരണം, മുമ്പ് മലപ്പുറത്ത് സംവാദവുമായി ബന്ധപ്പെട്ട് അറിയാം. അവിടെ ഒരു സമുദ്രത്തിന്റെ ആഴത്തെ കുറിച്ചുള്ള ഒരു വിഷയം. അതായത് നമ്മളിപ്പോ ഇങ്ങനെ നേരെ കടൽ ബീച്ച് കാണിച്ചെന്നാല് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കലങ്ങിയ ഇങ്ങനെ വെള്ളമായിരിക്കും. പക്ഷേ
സമുദ്ര സഞ്ചാര ലേശം നടത്തിയ ആൾക്കാർക്ക് അറിയാം, കുറച്ചുകൂടെ ചെന്നാൽ ഒരു നീല നിറം നമ്മൾ ഈ റേഷൻ ഷോപ്പിൽ പോകുന്ന മണ്ണെണ്ണ, ആ ഒരു കളറാണ് ശരിക്കും കുറച്ചും കൂടി ഉൾക്കടലിലേക്ക് ചെന്നാൽ വെള്ളത്തിന്റെ നിറം നീല. അതിന്റെ അർത്ഥം ശരിക്കും അവിടെ നമ്മളൊരു കളറും കാണുന്നില്ല. അപ്പൊ നമ്മൾ അതിന് ലേശം വെള്ളങ്ങൾ പോലും കയ്യിലെടുത്ത നീല കാണൂല. അവിടെ നമ്മൾ ഒരു കളറും കാണാത്ത അത്ര പ്യുവർ വാട്ടറാണ്, തെളിമണ്ണ വെള്ളം. അതുകൊണ്ട് ഒരു കളറും കാണുന്നില്ല. അപ്പൊ നമ്മൾക്കത് നീലയായിട്ട് തോന്നുന്നു. അതാണ് അതിന്റെ സയൻസ്. നമ്മൾ നീലാകാശം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കളറും കാണാത്തോണ്ട് നമുക്ക് എന്ത് നീലയായിട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നതാണ്. അപ്പൊ അത്രയും തെളിഞ്ഞ വെള്ളം. ഇതിങ്ങനെ അടിയിക്ക് ഇങ്ങനെ കുറച്ച് ചെന്നാൽ, കുറെ അടിയിക്കങ്ങ് ചെന്നാൽ കട്ട പിടിച്ച ഇരുട്ടാണ്. അതിന്റെ സയൻസ് പറയുന്നത് മീറ്ററൊക്കെ എത്ര മീറ്റർ അടി പോയെന്നുള്ള ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആ അടിയിലേക്ക് ചെല്ലുമ്പോൾ ഗാഠമായ ഘോരമായ കട്ട പിടിച്ച ഇരുട്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറിൽ അതിനെപ്പറ്റി പറഞ്ഞു തന്നതാണ്. നമ്മുടെ വീട്ടിൽ രാത്രി ഒരു 12-1 മണി നേരത്ത് ഈ ലൈറ്റൊന്നുമില്ല, മൊബൈലിന്റെ ലൈറ്റ് ഇല്ല, AC-യുടെ ആ ചെറിയ ലൈറ്റും കൂടി ഇല്ല, പുറത്തുനിന്ന് നിലാവിൻ്റെതായ ഒന്നുമില്ല, കട്ടറക്കെട്ടെല്ലാം നല്ല ഇരുട്ടാണ്. ആ സമയത്ത് നമ്മുടെ കയ്യിനെ പുറത്ത് കിട്ടിട്ട് നോക്കിയാൽ കാണുമോ? ഇല്ല. നമ്മുടെ കുളത്തിലോ സ്വിമ്മിംഗ് പൂളിലോ തോട്ടിലോ പുഴയിലോ ഒക്കെ മുങ്ങി, ഇനിയിപ്പോ അവിടെ കടപ്പുറത്ത് പോയിട്ട് അവിടൊന്നും കടലോ മുങ്ങി കണ്ണു തുറന്നൊക്കെ നോക്കിയാല് കൈ കാണും, വെള്ളം കാണും. അന്ന് പറയാണ് ആ കടലിന്റെ ആഴിയിലെ ഇരുട്ട് ആ കയ്യിനെ പുറത്ത് കിട്ടാ കാണാൻ കഴിയൂല. അത്രയും ഇരുട്ടോടുണ്ട്. അന്ന് സയൻസ് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിൾ നോക്കിയാൽ മതി, എത്ര മീറ്റർ അടിയിലാണ് ഇരുട്ടുള്ളത് കിട്ടും. പക്ഷേ അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയാണ് ഇങ്ങനെ ഇരുട്ടുണ്ട് കടലിന്റെ ആഴിയിൽ എന്ന്. കടലിന്റെ ആഴിയിൽ ഇങ്ങനെ ഇരുട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇങ്ങനെ ഒരു മുങ്ങിക്കപ്പലോ സംവിധാനം ഉണ്ടോ? അറേബ്യയിലുണ്ടോ? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? പോയ ലോക പോലീസ് അമേരിക്കയിലുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയില്ല. പിന്നെ എങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കടലിന്റെ ആഴിയിൽ ഇരുട്ടുണ്ടെന്ന്? അല്ലാഹുവിന്റെ കലാമാണത്. ഇനി ഒന്നുകൂടെ ഈ ഇരുട്ടിന്റെ തന്നെ വിഷയത്തില് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കടലിൽ കുടുങ്ങുന്ന രംഗമുണ്ട്. നമുക്കറിയാമോ? അദ്ദേഹം നാട്ടിൽ ദഅവ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആളുകൾ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം ദേഷ്യം പിടിച്ചാണ് പോയി നാട്ടിൽ പോകാൻ പാടില്ല. അദ്ദേഹം പോയി പോകുന്ന പോകിൽ അള്ളാഹു ഒരു പിടുത്തം. എങ്ങനെയാണെന്നറിയാം? കപ്പലിലാണ് പോകുന്നത്, കടലിലൂടെ പോകുന്നത്. അപ്പൊ കപ്പല് ഓവർലോഡായി മുങ്ങാൻ പോവാണ്. ഒരാള് കടലിൽ നിന്ന് വെള്ളത്തേക്ക് ചാടണം, കപ്പലിൽ നിന്ന് വെള്ളത്തേക്ക് ചാടണം, എന്നാ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാം. ഒരാൾ ചാടിയ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാം. ആരാ സ്വയം ചാടുക? ഇല്ല. അവർ ചെയ്ത് നറുക്കെടുക്കും. അങ്ങനത്തെ ഘട്ടത്തിൽ നറുക്കിട്ടു. അത് കിട്ടിയാൽ കാര്യം യൂനുസ് ചാടിച്ചെന്ന് പറയാൻ പറ്റില്ല. ചാടി അങ്ങനെ ചാടിയിട്ട് അദ്ദേഹം, നമുക്ക് ഒരു ഖുർആൻ പറയുന്ന ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വന്ന് വിഴുങ്ങി എന്നിട്ട് ആ മത്സ്യം വന്ന് വിഴുങ്ങി അവിടെ വെച്ച് അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞത് ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു അല്ലാഹുവേ. പറഞ്ഞെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു, നീ അല്ലാതെ മറ്റൊരു ആരാധനയില്ല, ഞാൻ അക്രമിയിൽപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ആ വിഷയമല്ല പറഞ്ഞത്. ആ ഇരുട്ടാണ് ഞാൻ പറയുന്നത്. ളുലുമാത്ത് എന്നാണ് പ്രയോഗിച്ചത്. ശ്രദ്ധിക്കാട്ടോ, ളുലുമാത്ത് എന്ന പദം ബഹുവചനമാണ്. ഏത് പദത്തിന്റെ? ളുലുമത്ത് എന്നത് സിംഗുലർ ആണ്. ളുലുമാത്താണ് പ്ലൂറൽ, ബഹുവചനം. മനസ്സിലാക്കണം. അവിടെ അറബി ഭാഷയിൽ ശരിക്കും മനസ്സിലാക്കുക, അറബി ഭാഷയിൽ ബഹുവചനം ഉപയോഗിക്കണമെങ്കിൽ മിനിമം 3 എണ്ണം വേണം. മലയാളത്തിൽ ഇംഗ്ലീഷൊക്കെ 2 എണ്ണം മതി അല്ലെ? പേനകൾ, പുസ്തകങ്ങൾ, ബുക്സ് ഇതൊക്കെ പ്രയോഗിക്കും. ചേർക്കുക ബുക്സ് പ്രയോഗിക്കുക. മലയാളത്തിൽ ഇംഗ്ലീഷൊക്കെ അങ്ങനെ പ്രയോഗിക്കും.
എന്നാൽ അറബി ഭാഷയിൽ രണ്ട് പേരൊക്കെ കലമാനി എന്ന് പറയും. അതിന് വേറെ പ്രയോഗം പറയാം, ദ്വിവചനം. കിതാബാനി, രണ്ട് ബുക്ക്. രണ്ട് ഇരുട്ടാണെങ്കിൽ രാത്രിയുടെ ഇരുട്ടും മത്സ്യത്തിന്റെ ഉള്ളാകുന്ന ഇരുട്ടും മാത്രമാണെങ്കിൽ നുലുമത്താനിയാണ്. അവിടെ പ്രയോഗിച്ചത് നുലുമാത്ത. ഏതാ മൂന്നാമത് ഇരുട്ട്? കടലിന്റെ ആഴിയിലെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, മത്സ്യത്തിന്റെ ഉള്ളാകുന്ന ഇരുട്ട്. മിനിമം 3 വേണം. ഞാൻ പറയുന്നത് അഭിമാനിക്കാൻ നമുക്ക്, സന്തോഷിക്കാൻ, അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയാം, ഈ ഖുർആൻ അനുയായികൾ എന്റെ റബ്ബ് എന്നെ പെടുത്തിയല്ലോ. അതാണ്. ഇനി ആ ഖുർആൻ നമ്മിൽ സ്വാധീനിക്കണം. സ്വാധീനിച്ചുവോ എന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഖുർആൻ സ്വാധീനിക്കാൻ മാത്രം പ്രഹരശേഷി ഉള്ളതാണ്. അല്ലാഹ് പറയുന്നുണ്ടല്ലോ, അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, ഈ ഖുർആൻ നാം ഒരു മലക്ക് മുകളിൽ, പർവ്വതത്തിന് മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നെങ്കിൽ നബിയെ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചത് പൊട്ടിപ്പിളരുന്നത് കാണാൻ കഴിയുമായിരുന്നു നബിയെ. അതിന്റെ അർത്ഥം ഏത് ഉറച്ചതിനും മാറ്റമുണ്ടാക്കാൻ പര്യാപ്തമാണ് ഖുർആൻ. ഏത് ഉറച്ച മനസ്സിനെ മാറ്റിമറിക്കും. ആ മാറ്റാൻ ആ ഒരു ശക്തിയുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രഹരശേഷിയുള്ള ആ വിശുദ്ധ ഖുർആനാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ മുമ്പിലുള്ളത്. ആ മാറ്റത്തിന്റെ ചരിത്രം ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മൾ നോക്കൂ. ജാഹിലിയത്ത് എന്ന ഇരുണ്ട യുഗത്തിന് മാറ്റമുണ്ടാക്കിയില്ലേ? ജാഹിലിയത്ത് എന്ന ഡാർക്ക് ഏജ്, അതിന് മാറ്റമുണ്ടാക്കിയില്ലേ? ഒരു സമൂഹം അധപ്പതിക്കാൻ വേണ്ട കാര്യങ്ങൾ, അധർമ്മങ്ങൾ എന്തെല്ലാമാണോ എല്ലാം നിറഞ്ഞ ഒരു വിഭാഗമായിരുന്നു ജാഹിലിയ കാലഘട്ടം. ഖുർആൻ അവരെ പരിവർത്തിച്ചു, ഖൈറു ഉമ്മത്താക്കി മാറ്റി, ഏറ്റവും നല്ല സമൂഹമായി മാറ്റി പരിവർത്തിച്ചു. ഖുർആൻ പറയുന്ന കാര്യം എന്ത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും, അവനാണ് എന്ത്? നിരക്ഷരായ, അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരാളെ പ്രവാചകനെ നിയോഗിച്ചു. എന്നിട്ട് ആ പ്രവാചകൻ സമൂഹത്തിൽ 4 കാര്യങ്ങൾ ചെയ്യുന്നു. യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കിഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അൽ കിതാബ് ഖുർആനും അതുപോലെ അതിന്റെ വ്യാഖ്യാനമാകുന്ന പ്രവാചകചര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികളിലായിരുന്നു മുമ്പ്. നോക്കൂ, ആ മാറ്റമുണ്ടാക്കി. മദ്യം ജീവിതത്തിന്റെ ഭാഗമായിരുന്നവർക്ക് മാറ്റാൻ കഴിയാത്ത ഒന്നായിരുന്നു. ചില അറബി കവികളുടെ ചരിത്രം പരിശോധിച്ചാൽ, അറബി സാഹിത്യ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയും, ഒരു കവി മദ്യം കഴിക്കാൻ വേണ്ടി കപ്പിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അതിലൊരു ഈച്ച വന്നു വീണു, അതേ പടഞ്ഞ് ചത്തു. ഈ കവി ഈച്ചയെ നോക്കി പാട്ട് പാടിയത്, ഈച്ചെ നീ എത്ര ഭാഗ്യവതിയാണ്, നിന്റെ അന്ത്യം പോലും ഇതിലായിപ്പോയല്ലോ. ഇങ്ങനൊരു മനുഷ്യൻ പാടണമെങ്കിൽ എത്ര ബന്ധമുണ്ടാണെന്ന് ആലോചിച്ചു. വേറൊരാള് മരിക്കാൻ നേരത്ത് വസീയത്ത് ചെയ്യുന്ന ഭാര്യയോട്, ഞാൻ മരിച്ചാൽ മുന്തിരിവള്ളിന്റെ ചുവട്ടിൽ മറമാടാൻ ഏർപ്പാടാക്കണം, എന്നാൽ എന്നെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലുകൾ കയ്യിൽ നിന്നുള്ള നീരൊരു ശമനമായാലോ. മുന്തിരിവള്ളി അങ്ങോട്ടൊക്കെ വയ്ക്കില്ല, അതും ആലോചിച്ചില്ല. ആ ഒരു അങ്ങനെയൊക്കെ പറയണമെങ്കിൽ എത്ര ബന്ധം ഉണ്ടാണെന്ന് ആലോചിച്ചു. ആ ബന്ധമുണ്ടായിരുന്ന ആ ഒരു സമൂഹത്തിന് മാറ്റം ഉണ്ടാക്കിയിട്ട് അല്ല നിങ്ങൾ വിരമിക്കണില്ലേ എന്ന അവസാനത്തായത്, മദ്യം നിരോധിച്ചുകൊണ്ടുള്ള അവസാനത്തായത്തിറങ്ങി. ആ സമയത്ത് നിർത്തി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ കോപ്പയിൽ എടുത്തു വെച്ചവർ കവിഴ്ത്തി, വിൽക്കാൻ വീപ്പ നിറച്ചു വെച്ചവർ കവിഴ്ത്തി. ചരിത്രം പറയാണ്, ആ
ആ മാറ്റം ആ ഖുർആൻ നമ്മുടെ മുമ്പിൽ. ഇനി നമ്മളെപ്പോഴും ചോദിക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഗതിയെ ഏത് ആയത്ത് സ്വാധീനിച്ചു, ഏത് സൂറത്ത് സ്വാധീനിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു. ആ സ്വാധീനിക്കൽ എന്ത് വേണമെന്നറിയ ബഹുമാന്യ പ്രിയമുള്ളവരെ, ഖുർആൻ നമ്മൾ ഓതുന്നുണ്ടല്ലോ, ഒരു ഹെറഫിന് 10 പ്രതിഫലം, ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം. ആ 10 അതിപ്പോ അർത്ഥമൊന്നും അറിയാതെ ഓതിയാൽ തന്നെയുണ്ട്. എന്നാൽ അത് സ്വാധീനിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ അറിയണം, പഠിക്കണം, അതിലേക്കൊന്ന് ഇറങ്ങണം. പരിഭാഷ ലോകരുണ്ട്, അമാനി പോലെ തഫ്സീറിന്റെ ആപ്പ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഖുർആനോട് കൊടുക്കുക. ആ തഫ്സീർ തുറന്ന് വെച്ചിങ്ങനെ ഓതുകയാണെങ്കിൽ അർത്ഥം കൂടി ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. എല്ലാം കൂടെ പക്ഷെ മനസ്സിലെങ്കിലും കുറേയൊക്കെ മനസ്സിലാക്കും. പല ആവർത്തികൾ വായിക്കുമ്പോൾ കുറേ തൽക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കുറേ ആ ഒരു നല്ല ശേഷിപ്പിലുണ്ടാവും. ഖുർആൻ നമ്മെ സ്വാധീനിക്കും. ഞാൻ ദീർഘിപ്പിക്കില്ല. 2 സംഭവങ്ങൾ സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ചില സ്വാധീനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വാധീനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങിയത് ഒരിക്കലും രാത്രി ഏകദേശം സുബഹ് ആകാറാകുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ബാങ്ക് വിളിക്കാറായി, സുബഹിന്റെ ബാങ്ക് വിളിക്കാറായപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ പള്ളിയിലേക്ക് വരികയാണ്. ആ വരുന്ന വരവില് കണ്ട കാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളിയിൽ നിന്നിട്ട് ഇങ്ങനെ കരയാണ്, വല്ലാതെ പൊട്ടിക്കരയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബി, എന്തിനാണ് കരയുന്നത്? വഖദ് ഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. പാപങ്ങളൊക്കെ പുറത്തുനിന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂനു അബ്ദൻ ശകൂറ. ബിലാലെ, ഞാൻ നന്ദിയുള്ള അടിമയാകട്ടെ ബിലാലെ. എന്നിട്ട് പറഞ്ഞു, ഈ രാത്രിയിൽ ഒരു ആയത്ത് അറിയിച്ചിട്ടുണ്ട്. ആ ആയത്ത് കേവലം പാരായണം ചെയ്ത് ചിന്തിക്കാതെ പോകുന്ന മനുഷ്യന്മാർ വല്ലാത്ത നഷ്ടമാണ് അവർക്ക്. ആയത്ത് ഏതാണെന്നറിയോ? സൂറത്ത് ആല ഇംറാന്റെ ഏകദേശം അവസാന ഭാഗത്തുള്ള ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ-നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. എന്നീ ആയത്തുകൾ, ഈ ആയത്തുകളെ ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ആയത്തിനെ പറ്റി ആലോചിച്ചിട്ടാണ് റസൂലുള്ളാഹി കരയുന്നത്? എന്താ പറയുന്നത്? തീർച്ചയായും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഒരു ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണവർ? അല്ലാഹുവിൽ നിന്നും ഇരുന്നും കിടന്നും അവരെ ഓർക്കും. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി അവർ ചിന്തിക്കും. എന്റെ അവസാനം അവർ എത്തുന്ന പോയിന്റ് എന്തായാലും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില, റബ്ബേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിനൊരു വലിയ ലക്ഷ്യമുണ്ട്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന നരകത്തെ കാത്തിരക്ഷിക്കണേ എന്ന പോയിന്റിലേക്ക് എത്തും. നമ്മളിങ്ങനെ കണ്ണോടിച്ചാൽ ഇപ്പൊ ഈ വെള്ളം പോലെ അത്ഭുത സാധനം നമുക്ക് അത്ഭുതമായി തോന്നുന്നു. നോക്കൂ, H2O എന്നാണ് വെള്ളത്തിന്റെ രാസനാമം. നമ്മൾ ചെറിയ മക്കൾക്കറിയാം, H2O, ഹൈഡ്രജനും ഓക്സിജനും. ഈ ഹൈഡ്രജന്റെ സ്വഭാവം അത് സ്വയം കത്തുന്നതും ഓക്സിജൻ കത്താൻ സഹായിക്കും. എല്ലാവരും ചെറിയ മക്കൾക്ക് വരാൻ സാധ്യത. പക്ഷെ ഇതൊരു നിശ്ചിത അനുപാതി ചേർന്നപ്പോ കത്തുന്നതിന് കെടുത്തുന്ന വെള്ളമെന്ന അത്യത്ഭുതകരമായ ഒരു സാധനം ഉണ്ടായത്. ശാസ്ത്രം പറയാൻ എന്താ പറയുന്നത്? ഹൗ എന്നതിന് ഉത്തരമാണ്. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് എങ്ങനെ നടക്കുന്നത് എന്ന് ശാസ്ത്രം പറയാം. വൈ, എന്തുകൊണ്ട് ഇങ്ങനായി എന്നത് ശാസ്ത്രത്തിന്റെ അജണ്ടയല്ല. അവിടെയാണ് ഇസ്ലാം ഉത്തരത്തിലുള്ളത്. എന്തുകൊണ്ട്? അല്ലാഹുവിനെ സൃഷ്ടിപ്പ്. നമ്മുടെ എല്ലാം ഇങ്ങനെ പൊട്ടി, അല്ലാഹു നമ്മളെ ഹിഫ്ള് ചെയ്യട്ടെ വിചാരിച്ചോണ്ട് വീണ് കയ്യിന്റെ കാലിന്റെ എല്ല് പൊട്ടിയാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടായാലും ഓർത്തോ ഇതിൽ കൊണ്ടുപോയാലും എന്താ ചെയ്യാം? എക്സ്റേ എങ്ങനെ പൊട്ടിന്റെ പോലെ നോക്കും. അങ്ങനെ പൊട്ടിക്കണ എല്ല് എന്ത് ചെയ്യും? നേരെ വെക്കും. നേരെ വെച്ചിട്ട് ഇളകി പോകാൻ ചില സ്കൂളിന്റെ കേസിൽ എങ്ങനെ ചെയ്യും? വേറെ ചില പ്ലേറ്റ് മറ്റൊക്കെ സ്റ്റേജ് പണിയൊക്കെ വെക്കേണ്ടത് അങ്ങനെ വെക്കും. ബാൻഡേജും പ്ലാസ്റ്ററൊക്കെ ആയിട്ട്
1-2 മാസം റെസ്റ്റ് അല്ലേ. ഇവിടെ ഡോക്ടർ പണി കഴിഞ്ഞു, ഡോക്ടർ പണി കഴിഞ്ഞു, ഇവിടെ വെച്ചുകൊടുക്കില്ല ഡോക്ടർ പണി. ബാക്കിയോ ഇത് പൂത്തിറങ്ങണം, കണ്ടത് വെള്ള ഇതുമായി ജോയിന്റ് ആവും. എങ്ങനെ സംഭവിക്കുന്നു ശാസ്ത്രം പറയും. എന്ത് അങ്ങനെ പൊട്ടിയ പൂത്തിറങ്ങാനൊരു സിസ്റ്റം ഉണ്ടായി. വൈ, എന്തുകൊണ്ട്? അള്ളാന്റെ സത്യം. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചെത്തിയാൽ നമ്മൾ പറഞ്ഞു പോകും, നിനക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, ആ നരകത്തെ രക്ഷപ്പെടുത്തണേ എന്ന പോയിന്റിലേക്ക് എത്തും. റസൂലുള്ളാഹിണ്ടായ സ്വാധീനം. ഈ ഒരു സ്വഹാബിയുടെ ചരിത്രം നോക്കൂ. നമ്മൾ മഹാനായ അബൂ തുൽഹത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലെ അത്യാവശ്യം ഈന്തപ്പനയുടെ വരുമാനമുള്ള കുറെ കൃഷിയിടങ്ങളുണ്ട്, അതിന് വരുമാനമുള്ള ഒരു സ്വഹാബിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഈ ആയത്ത്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരെ നിങ്ങൾക്ക് ബിർറ് നേടാൻ കഴിയൂല എന്ന ആയത്തറിയും. ബിർറ് മഹത്തായ പുണ്യം നേടണമെങ്കിൽ സാധാ സ്വതക്കല്ല, ഇഷ്ടപ്പെട്ടേ ഒന്ന് വേദന അറിഞ്ഞു കൊടുക്കും. രണ്ട് നിലക്ക് കൊടുക്കും, നമ്മൾ കൊടുത്ത് ഒഴിവാക്കാനുണ്ട്. മറ്റേ നമ്മളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് സമ്പത്തുകൾ അഡ്ജസ്റ്റ് ചെയ്ത് റിസ്ക് എടുത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സമ്പത്ത് ആവശ്യമുള്ള സമയത്തിന്റെ കാരണം അങ്ങനെ ഇഷ്ടപ്പെടുന്നതിൽ ചെലവഴിച്ചാലേ ബിർറ് നേടുകയുള്ളൂ എന്ന ആ ആയത്തിറങ്ങിയപ്പോ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പലയിടത്തും കുറെ ഈന്തപ്പന തോട്ടങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം മദീനത്തെ പള്ളിയുടെ നേരെ മുമ്പിലുണ്ടായിരുന്ന ബൈറുഹ എന്ന പേരുള്ള തോട്ടമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട മുതൽ തോട്ടം. ഈ ആയത്തിറങ്ങിയപ്പോ അദ്ദേഹം വന്നിട്ട് വിശ്വാസം പറഞ്ഞു, റസൂലേ ഇങ്ങനെ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ മുതൽ അത് ബൈറുഹ ആണ്. വഇന്നഹാ സദഖത്തുൻ ലില്ലാഹ്, അത് അല്ലാഹുവിന്റെ സദഖയാണ് നബി, അല്ലാഹുവിന്റെ സദഖയാണ്. ഫദഅഹാ ഹൈതു അറാക അല്ലാഹ്, അതുകൊണ്ട് എങ്ങനെയാണോ അല്ലാഹു നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നത് അതുപോലെ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ. ഇന്നി അർജു ബിർറഹാ വദുഖ്റഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ അതിന്റെ പുണ്യവും അതുപോലെ നിക്ഷേപം ഡെപ്പോസിറ്റ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നു റസൂലേ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നമുക്കറിയാം ഈ തോട്ടവും അബൂ തുൽഹയും തമ്മിലുള്ള ബന്ധം. റസൂലുള്ളാഹി തോട്ടത്തിൽ പോവാറുണ്ട്, അരുവിന് വെള്ളം കുടിക്കാറുണ്ട്. ആ റസൂലുള്ളാഹി പോലെ ബന്ധമുള്ള അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നുള്ളത് റസൂലുള്ളാഹിക്ക് അറിയാം. ഇതാണ് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാത്ത വൈകാരികമായിട്ട് അബൂ തുൽഹ വല്ലാത്ത ലാഭമാണല്ലോ ഇത്. ഖുർആൻ ഉണ്ടാക്കിയ സ്വാധീനമാണ് ഈ ആയത്തുകൂടെയുണ്ട്, ഇപ്പോഴുണ്ട്. ഇതുപോലെ ആയത്തുകളുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുക. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാനായ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രമുഖ സ്വഹാബിയായിരുന്നു. മദീനയിൽ നല്ലൊരു പ്രഭാഷകനായിരുന്നു, നല്ല ശബ്ദമുള്ള സംസാരിക്കുന്ന അങ്ങനത്തെ പൊതുവെ അങ്ങനത്തെ പ്രകൃതമുള്ള ആളാണ്. അങ്ങനെ സൂറത്തുൽ ഹുജുറാത്തിൽ ആയത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി, വിശ്വാസികളെ നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ അധികം ഒച്ചത്തിൽ സംസാരിക്കരുത് എന്ന്. റസൂലുള്ളാഹിയെ പച്ചാക്കിക്കൊണ്ട് മോശാക്കിക്കൊണ്ട് സംസാരിക്കുന്ന അവർ നമ്മുടെ ഉദ്ദേശം. അപ്പോ അങ്ങനെ ചെയ്ത നിങ്ങളുടെ അമല് നിഷ്ഫലമായി പോകുന്നതിനകത്ത് പോകുന്ന ആശയം. ഈ ആയത്തിറങ്ങിയപ്പോ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വരുന്നില്ല. നിസ്കാരം കഴിഞ്ഞ പെട്ടെന്ന് തടിയെടുക്കും. റസൂലുള്ളാഹിക്ക് ഇങ്ങനെ മുഖം കൊടുക്കുന്നില്ല. അപ്പൊ കുറേ സൈഡ് വിശ്വാസം കാണുന്നില്ല ഇദ്ദേഹത്തെ. അപ്പോ ഇദ്ദേഹത്തിന്റെ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ അയൽവാസിയാണോ ഇദ്ദേഹം, എന്താ കുറച്ച് സൈഡ് കാണാത്തത്, കാണില്ലല്ലോ എന്ന് പറഞ്ഞു. അഷ്തക, അവർ ചോദിച്ചു, അഷ്തക എന്തോ അസുഖമുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ അയൽവാസിയാണ്, എന്താണ് പ്രശ്നം എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം. അദ്ദേഹം വീട്ടിൽ ചെന്നു.
ചെന്ന് പറഞ്ഞു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്,